ഹലോ, ഇന്നത്തെ നമ്മുടെ യാത്ര ഗോഗോലാൻഡിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ നിന്നാണ് പോകുന്നത്. നമ്മൾ 50 പേരടങ്ങുന്ന ഒരു ടീമാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ പൂവാറിലിറങ്ങി ബീച്ചൊക്കെ ഒന്ന് കണ്ടു. അതിനുശേഷം നമ്മുടെ പാറക്കുട്ടിയുടെ ഒരു കുഞ്ഞു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഒരു അക്വേറിയം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ അത് കാണാൻ കയറി. അപ്പോൾ അവിടെ വലിയ ആമകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല വലിയ ആമ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സൈസുള്ള ആമയൊക്കെ കാണുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് മീനുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ അതിനകത്ത് അലൗഡ് അല്ലാത്തതുകൊണ്ട് മീനൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഗോഗോലാൻഡിലെത്തി. അപ്പോൾ വലിയ വണ്ടി അങ്ങോട്ട് പോയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെ വണ്ടി അവിടെ നിർത്തി. പിന്നെ അവരുടെ ബസ്സിലാണ് ഞങ്ങൾ ഈ കടവിലെത്തിച്ചത്. ഇനി ഇവിടെ നിന്ന് അവരുടെ ബോട്ടിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പം 2 ബോട്ടാണ് അവർക്ക് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിൽ ഒരു 8 പേരൊക്കെ പോകത്തുള്ളൂ. അതുകൊണ്ട് ഒത്തിരി ടൈം എടുത്തു ഞങ്ങൾ അക്കരെ എത്താൻ വേണ്ടി. ഞങ്ങൾ 50 പേരുണ്ടായിരുന്നു. അങ്ങനെ അക്കരെ എത്തി. അപ്പോൾ അവിടെ പാറക്കുട്ടി നേരത്തെ എത്തിയിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നല്ല രസമുള്ള യാത്രയായിരുന്നു കേട്ടോ. ഒരു ബ്രിഡ്ജ് പോലെ ഒരു സ്ഥലമായിരുന്നു. അതിൽ കൂടെ കുറച്ച് ദൂരം നടക്കണം, എന്നാലാണ് ഞങ്ങൾ ഗോഗോലാൻഡിൽ എത്തുന്നത് കേട്ടോ. അങ്ങനെ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ കായലാണ്, നടുക്കൂടെയാണ് ആ ബ്രിഡ്ജ്. കുട്ടികൾക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയതും ചെറിയ മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കയറി നിന്നു. മഴ പെട്ടെന്ന് തന്നെ മാറി കേട്ടോ. അപ്പോൾ മഴ പെയ്തപ്പോൾ ഒരു ചെറിയ സങ്കടം തോന്നിയെങ്കിലും മഴ പെട്ടെന്ന് തന്നെ എങ്ങനെ മാറി. അങ്ങനെ ഗോഗോലാൻഡിൻ്റെ അവിടെ എത്തി ഞങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ റൂം ഇതാണ് കേട്ടോ. അവിടെ റൂം ഒരുപാട് തരത്തിലുള്ള റൂമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു റൂമാണ് കേട്ടോ. ആ ബെഡൊക്കെ മീനിക്കുട്ടി ചാടിക്കളിച്ചതാണ് കേട്ടോ, അതങ്ങനെ ആയിപ്പോയത്. അങ്ങനെ അവിടെ നിന്ന് ഇതാണ് അവിടുത്തെ ടോയ്ലറ്റ് കേട്ടോ. അപ്പോൾ നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപാടെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കാരണം ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഒരു 12 മണി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ലഞ്ചിനും ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ബൊഫേ ആയിരുന്നു. ബിരിയാണിയൊക്കെ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണി ആയിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഗോഗോലാൻഡൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പോയട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് ടൈപ്പുള്ള റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചെറിയ ക്യാപ്സ്യൂൾ റൂമുണ്ട്, ഇച്ചിരി കൂടെ വലിയ റൂം, അങ്ങനെ ഒരുപാട് ടൈപ്പ് റൂം അവിടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ക്യാപ്സ്യൂൾ റൂംസാണ് കേട്ടോ, അതൊക്കെ എല്ലാ റൂമാണ്. അങ്ങനെ പൂളിലേക്കാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇവർ ഇറങ്ങിയത്. കാരണം പൂള് കണ്ടപ്പോൾ അവർക്ക് വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി പൂളിലൊക്കെ കളിക്കണം. പിന്നെ ചിൽഡ്രൻസ് പാർക്ക്, പിന്നെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ലൊരു എൻജോയ്മെൻറ്റാണ് അവിടെ ചെന്നാൽ തന്നെ. പിന്നെ നൈറ്റ് സ്റ്റേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നൈറ്റ് സ്റ്റേ ഒന്നുമില്ല, ഞങ്ങൾ വൈകിട്ട് തിരിച്ചു പോകണം. 1 ഡേ ട്രിപ്പാണ് കേട്ടോ. അങ്ങനെ മീനുക്കുട്ടി അവിടെ കണ്ട എല്ലാത്തിലും കയറി നിൽക്കുകയാണ്. പാറക്കുട്ടി ചെന്ന പാടെ പൂളിലങ്ങ് ഇറങ്ങി കേട്ടോ. അവൾ വേറെ ഒന്നിലും പോയില്ല, പൂളിലായിരുന്നു ഫുൾ ടൈം. അപ്പോൾ പൂള് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഴം കുറഞ്ഞ രീതിക്കും പിന്നെ വലിയവർക്ക് വലിയ പൂൾ, അങ്ങനെ 2 ടൈപ്പ് പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ അതിലൊക്കെ ഞങ്ങൾ കളിച്ചു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. അങ്ങനെ പിന്നെ റെയിൻ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ റെയിൻ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ ഒരുപാട് കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മീനിക്കുട്ടിയും പാറക്കുട്ടിയും അതിലൊക്കെ കയറി ചാടി കളിക്കാനുണ്ട്. പാറക്കുട്ടിക്ക് പിന്നെ കൂട്ടുകാരുള്ളതുകൊണ്ട് പിന്നെ എന്നെ മെയിൻ ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയാലും ചില ആക്ടിവിറ്റീസിനൊക്കെ അവർ എക്സ്ട്രാ പേയ്മെൻറ്റ് ചാർജ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാമൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ് കേട്ടോ. തിരിച്ച് വൈകിട്ട് ആ ബോട്ടിൽ തന്നെയാണ് ഞങ്ങൾ തിരിച്ചിക്കരെ എത്തിയത്. പിന്നെ അവിടെ നിന്ന് അവരുടെ ബസ്സിൽ ഞങ്ങളുടെ ബസ് കിടക്കുന്ന റോഡിലോട്ടാക്കി. പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു ഇത്തവണ പോയത്. അപ്പോൾ പാറക്കുട്ടിയുടെയും മീനുകുട്ടിയുടെയും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.